സംശയ നിവാരണം ചോദ്യം. പാന്റ് ധരിക്കുമ്പോൾ പാന്റിന്റെ മുകൾ ഭാഗം പൊക്കിളിന്റെ മുകളിൽ തന്നെ വരണമെന്നുണ്ടോ? പാന്റിന്റെ മുകൾ ഭാഗം പൊക്കിളിന്റെ താഴെയാവുകയും പാന്റിന്റെ കൂടെ ബനിയൻ ധരിക്കുകയും ചെയ്താൽ മതിയോ? ഇതൊക്കെയാണ് ചോദ്യം. ഔറത്ത് മറക്കുന്നിടത്ത് ബഹുമാനപ്പെട്ട ഫുഖഹാ പറഞ്ഞിട്ടുണ്ട്, 6 ഭാഗങ്ങളിൽ നിന്ന് 5 ഭാഗം മറക്കൽ നിർബന്ധമാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തുഹ്ഫ 2/114 പറഞ്ഞത് കാണാം. എല്ലാ ഫിഖഹിന്റെ കിതാബുകളിലുമുണ്ട്. 6ൽ 5 ഭാഗങ്ങൾ മറഞ്ഞിരിക്കണം. അതായത് ഒരാൾക്ക് 6 ഭാഗമാണ്. 1 മുൻഭാഗം, 2 പിൻഭാഗം, പിന്നെ വലതുഭാഗം, ഇടതുഭാഗം, മുകൾ ഭാഗം, താഴ്ഭാഗം. ഇതിൽ നിന്ന് താഴ്ഭാഗമല്ലാത്ത ഏത് ഭാഗത്ത് നിന്ന് നോക്കിയാലും ഇവന്റെ ഔറത്ത് മറഞ്ഞിരിക്കണം. ഇനി ഒരാളുടെ താഴ്ഭാഗത്തിലൂടെ കാലിന്റെ അടിയിൽ പോയിട്ട് ഒരാൾ മുകളിലേക്ക് നോക്കിയാൽ അപ്പ ഔറത്ത് കാണുന്നുണ്ട്, അതുകൊണ്ട് വിരോധമില്ല. എന്നാൽ മുകളിൽ നിന്ന് നോക്കിയാലും ഒരാളുടെ മുകളിൽ നിന്ന് നോക്കിയാലും മറ്റു മുൻഭാഗം, പിൻഭാഗം, വലതുഭാഗം, ഇടതുഭാഗം ഈ ഭാഗത്ത് നിന്ന് നോക്കിയാൽ ഔറത്തിന്റെ ഭാഗം കാണുന്നുണ്ടെങ്കിൽ അത് ഔറത്ത് മറച്ചിട്ടില്ല എന്നുള്ള രൂപത്തിലായിരിക്കും പരിഗണിക്കുക. അപ്പൊ പാന്റ് ധരിക്കുമ്പോൾ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഇപ്പൊ നിസ്കാരത്തിലൊക്കെ പാന്റ് ധരിച്ചു കഴിഞ്ഞാൽ ഈ പാന്റിന്റെ മുകൾ ഭാഗം പൊക്കിളിന്റെ താഴെയാണ്. ഇവൻ ഒരു ഷർട്ടും ധരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവൻ നിസ്കരിക്കുന്നു, നിസ്കാരം കുഴപ്പമില്ല, സ്വഹിയാവും. പക്ഷേ ഏകദേശം ഞാനൊരു സാഹചര്യം പറയാണ്, റുക്കൂയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും റുക്കൂയിലേക്ക് പോകുമ്പോൾ മനുഷ്യൻ കുനിയുമ്പോൾ അവന്റെ ഷർട്ടിന്റെ മുൻഭാഗം ശരീരത്തോട് ഒട്ടിച്ചേർന്ന അവസ്ഥയിൽ നിന്ന് കുറച്ച് ലൂസായി നിൽക്കും, നെഞ്ചിന്റെയും പള്ളയുടെയും ഭാഗം. ആ ഗ്യാപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നേരെ പാന്റിന്റെ മുകൾ ഭാഗം പൊക്കിളിന്റെ താഴെയായതുകൊണ്ട് പൊക്കിളും നാഭി അടക്കവും കാണും. ചിലപ്പോൾ അവിടെ ഇരുട്ടായതുകൊണ്ട് കണ്ടു എന്ന് വരില്ല, എങ്കിലും കാണാനുള്ള ഒരു ഹോൾസ് അവിടെയുണ്ട്, ഒരു ഹോൾ അവിടെയുണ്ട്. ആ നിലക്ക് വന്നാൽ നിസ്കാരം സ്വഹിയാവുകയില്ല, നിസ്കാരം ബാത്തിലാകും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവന്റെ മുകൾ ഭാഗത്തിലൂടെ ഔറത്ത് കാണുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ ഇരുട്ടായതുകൊണ്ട് കണ്ടില്ല എന്നുള്ളത് കൊണ്ട് ഇവിടെ പ്രശ്നമാക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോ മറ്റൊരു ചോദ്യമുണ്ട്, നല്ല ടൈറ്റുള്ള ബനിയനൊക്കെ ഇട്ട് നിസ്കരിച്ചു റുക്കൂ ചെയ്താൽ പോലും അവിടെ അങ്ങനെ ഒരു ഗ്യാപ്പ് വരൂല എങ്കിൽ അതുകൊണ്ട് വിരോധമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കാം. എന്നാലും കൂടുതലും അങ്ങനെ ഒരു ഗ്യാപ്പ്, ചെറിയൊരു ഗ്യാപ്പ് വരികയും അതിലൂടെ ഔറത്ത് കാണാനുള്ള ഒരു സാധ്യത ഉണ്ടാവുകയും ചെയ്താൽ അതോടുകൂടെ നിസ്കാരം ബാത്തിലാവും. കാരണം മുകൾ ഭാഗത്ത് നിന്ന് നോക്കിയാലും ഔറത്ത് കാണാൻ പാടില്ല എന്ന നിബന്ധന അവിടെ പാലിച്ചിട്ടില്ല എന്നതാണ് കാരണം. അപ്പോ പാന്റ് ധരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ചും നിസ്കാരത്തിലൊക്കെ പാന്റ് പൊക്കിളിന്റെ മുകൾ ഭാഗത്ത് തന്നെയാക്കുകയാണ് വേണ്ടത്. അത് റെഡിമെയ്ഡ് വാങ്ങുമ്പോഴാണ്, ചോദ്യത്തിലൊരു പരാമർശമുണ്ട് ഇപ്പോഴുള്ള പാന്റൊക്കെ പൊക്കിളിന്റെ താഴെയാണ്, അത് റെഡിമെയ്ഡ് വാങ്ങുമ്പോഴാണ്. പിന്നെ നമ്മൾ അടിക്കുമ്പോൾ അങ്ങനെ തന്നെ അടുപ്പിച്ചതുകൊണ്ടുമായിരിക്കും. യഥാർത്ഥത്തിൽ പൊക്കിളിന്റെ മേലെ പാന്റിന്റെ മുകൾ ഭാഗം വരുന്ന രൂപത്തിൽ അടുപ്പിച്ചാൽ ഒരു കുഴപ്പമില്ല. അങ്ങനെയൊക്കെ ധരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഘട്ടം വരുമ്പോൾ നിസ്കാരം ബാത്തിലാകും. അപ്പൊ അതുകൊണ്ട് അവൻ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടൂല എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ഒരാൾ ഷർട്ടിന്റെ ബട്ടണൊക്കെ കഴുത്തടക്കം മുറുക്കിയിട്ടു നല്ല ടൈറ്റുള്ള ബനിയനൊക്കെ ഇട്ടിട്ടാണ് നിസ്കരിക്കുന്നത്, റുക്കൂവിൽ പോയാലും സുജൂദിലേക്ക് പോയാലും അവിടെ എങ്ങനെ ഒരു ഷർട്ടും ബനിയനൊക്കെ ലൂസായിട്ട് ഒരു ഗ്യാപ്പ് വരാൻ ഒരു സാധ്യതയില്ല എങ്കിൽ അതുകൊണ്ട് വിരോധവുമില്ല. വിരോധം വരുന്ന മേഖല ഇതാണ്. ഇത് പാന്റിൻ്റെത് എന്ന് മാത്രമല്ല, തുണിയായാലും ഏതാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് അതിന്റെ നിയമം. പറഞ്ഞ നേരത്തെ മസ്അല ഈ 6ൽ 5 ഭാഗം മറിഞ്ഞിരിക്കണം എന്നുള്ളത് തുഹ്ഫ 2/114 അതുപോലെ തന്നെ ഫതുഹുൽ മുഈനിന്റെ 44-ാമത്തെ പേജിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും.